ഇന്നൊരു സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഉലുവ മുളപ്പിച്ചതാണ്, ഇത് വൻപയർ മുളപ്പിച്ചതാണ്. പിന്നെ അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ പീസ് കുടംപുളിയാണ്. പിന്നെ സവോള, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്. ഓയിൽ കുറച്ച് ഒഴിക്കാം. അതിലേക്ക് നമ്മുടെ ഗാർലിക് ഇടാണ്. ഗാർലിക്കും ചൂടായിട്ടുണ്ട്. നമുക്ക് ഓണിയൻ ഇടാം. ഓണിയൻ നമുക്കൊരു ഗ്ലാസ് ആയാൽ മതി കേട്ടോ. നന്നായിട്ട് വഴറ്റണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ഇടാം കേട്ടോ. ഇനി നമുക്ക് ഇടാൻ പോകുന്നത് വൻപയർ മുളപ്പിച്ചതാണ്. മുളപ്പിച്ച കാരണം പെട്ടെന്ന് വേവും കേട്ടോ. അധികം സമയം ഇങ്ങോട്ട് വെന്ത് വരില്ല മുളപ്പിച്ച കാരണം. അത് നമ്മൾ ഉലുവയാണ് ഇടാൻ പോകുന്നത് കേട്ടോ. ഇടാം. അടുത്തത് നമ്മൾ ഈ കുടംപുളിയാണ് ഇടാൻ പോകുന്നത് കേട്ടോ. കുടംപുളി എന്തിനാണ് ഇടുന്നത് വെച്ചാൽ ഈ ഉലുവേൻ്റെ ഇലയ്ക്കൊക്കെ ഒരു ചെറിയ കയ്പ്പുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമുക്ക് ഈ പുളിയും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അത്ര അറിയൂല. അപ്പോൾ അതതിൻ്റെ ഉള്ളിൽ മൂടിയിടാം. എന്നിട്ട് അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങട്ടെ കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. വേവിക്കാം. 5 minutes later. നമുക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നേരമായിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടി നേരം പുളിയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. മുളപ്പിച്ച കാരണം പെട്ടെന്ന് വേവുന്നത്. പുളി വേണ്ടവർക്ക് ഒരു പീസും കൂടെ പുളി ഇടാം കേട്ടോ. തേങ്ങ ഇടുന്നവർക്ക് തേങ്ങ ഇടാം കേട്ടോ. ഇപ്പം ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഞാൻ ഇട്ടില്ല, ഇടുന്നവർക്ക് ഇടാം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുട്ടികൾ പറക്കി കളയാൻ കാരണം ഇട്ടിട്ടില്ല. ഇപ്പം ഞാനിത് ഇടയ്ക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഡയബറ്റിക്കാണ്. അത് കാരണം ഞാൻ ആൾക്ക് ഉലുവ നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു സാലഡ് പോലെ ആക്കി കൊടുക്കാറുണ്ട്. ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ സ്പെഷ്യൽ ഡിഷ് ശരിയായി കേട്ടോ. ഇതിപ്പോൾ ഡയബറ്റിക്കാർക്കൊക്കെ വളരെ നല്ലതാണ്, നമുക്കും കഴിക്കാൻ നല്ലതാണ്. ഉലുവ നല്ലതാണല്ലോ, പെണ്ണുങ്ങൾക്ക് അതിന് ഉലുവ നല്ലതാണ്. ഇപ്പം ഞാനിത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് കേട്ടോ. എന്നിട്ട് കമൻറ്റ് പറയണേ.